എയർപോർട്ട് സർവീസസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എത്ര വേക്കൻസി ഉണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം, അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. ദയവായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കാണ് റെയിൽവേയുടെ 11,558 വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. വേക്കൻസി ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഒക്കെ നമുക്ക് കോവിഡിൻ്റെ ആ ഒരു 3 വർഷത്തെ റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ആ വീഡിയോസാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്നത്. ഇതിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ +2 +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് 3000 മുകളിൽ, ഡിഗ്രി ഉള്ളവർക്ക് 8000 മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വിവിധ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 40 മിനിറ്റിൻ്റെ മുകളിൽ വരുന്ന വീഡിയോസാണ്. അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ HLൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ISROയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ISROയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഉണ്ട്, 2 വീഡിയോ കാണാവുന്നതാണ്. പിന്നെ GDSൻ്റെ ലിസ്റ്റ് 2 വന്നിട്ടുണ്ട്, അതിൻ്റെ നിങ്ങൾക്ക് കാണാം. GDS അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റിലുണ്ടോ നോക്കുക. പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് വിവിധ ഇന്ത്യൻ നേവിയുടെ തുടങ്ങിയിട്ട് വിവിധ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ട്, കയറി കാണാം കേട്ടോ. നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൂടെ കാണാം 20/9/2024 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നിലവിലുള്ള വേക്കൻസി. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മുൻപ് അറിയപ്പെട്ടിരുന്നത് നമുക്ക് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്നായിരുന്നു. അതിപ്പം ചുരുക്കിയിട്ട് ഈ പറയുന്ന AASL എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിലാണ് ഇത് ഫംഗ്ഷനിങ് ആയിട്ടുള്ളത്. PSU ആണ്, ഇത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. റാം സർവീസ് എക്സിക്യൂട്ടീവ് 3 വേക്കൻസി ഉണ്ട്. ദെൻ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ, ദെൻ അത് 4 വേക്കൻസി ഉണ്ട്. ഹാൻഡിമാൻ ഓർ ഹാൻഡി വിമൺ 201 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ വോക്ക് ഇൻ സെലക്ഷൻ ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമുക്കിതിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ പറയാം. അപ്പോൾ എലിജിബിലിറ്റിയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന 3 വർഷത്തെ ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് ഡിപ്ലോമകളാണ്. ഒന്നുകിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുപാട് വേണമെന്ന് വെച്ചാൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല, അല്ലെങ്കിൽ വാക്ക് ഇൻ സെലക്ഷൻ പങ്കെടുക്കുന്ന സമയത്ത് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്തേക്ക് മതി. അത് എപ്പോഴാണ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്കാണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന അപേക്ഷകളൊക്കെ അവർ വാങ്ങിച്ചതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്ക് എന്ത് വേണം, ഈ പറയുന്ന ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ടും വേണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന 3 വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ITI വിത്ത് നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ 3 ഇയർ ഡ്യൂറേഷനിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്, അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ, അല്ലെങ്കിൽ വെൽഡർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ ITI പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന അപ്രന്റീസ്ഷിപ്പ് അങ്ങനെ ഒരു ടോട്ടൽ 3 ഇയർ വേണമെന്ന് ഇവിടെ പറയുന്നത്. ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ കണ്ടീഷൻ വെച്ചാൽ SSLC പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. SSLC പാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ITIയും ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ, മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്, അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ, അല്ലെങ്കിൽ വെൽഡർ പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ട്രേഡാണ്. അതിൽ ITI പ്ലസ് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ടോട്ടൽ 3 ഇയർ ആവുമല്ലോ. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ SSLC നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ SSLCയിൽ നമ്മൾ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമാണ്. ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ SSLC ലെവലിൽ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് നമുക്ക് SSLCയിൽ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുന്നുണ്ട്. മലയാളം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രശ്നമല്ല. ഹിന്ദിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട വിചാരിച്ചിട്ട്. ഇവിടെ നമ്മൾ ഓക്കെയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ ഇനി CBSE ആണെങ്കിൽ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ITI വിത്ത് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ, അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്, അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ, അല്ലെങ്കിൽ വെൽഡർ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ 3 ഇയർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ 3 വർഷം ഡിപ്ലോമ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈ ITI കഴിഞ്ഞവരാണെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്ക് എന്ത് വേണം അവർക്ക് ഈ പറയുന്ന അതൊന്ന് ഡിലീറ്റ് ആക്കാം.
ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്ക് അവർക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള HMV ഉണ്ടായിരിക്കണം, അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്കിയെല്ലാം ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ജോലിക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും പാടെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇതിൽ നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് വരുന്നത് 24,960 രൂപ നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 28 ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ. എന്നാൽ SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ അടുത്തത് യൂട്ടിലിറ്റി ഏജൻറ് കം റാം ഡ്രൈവർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണ്ട, ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉയർന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ മിനിമം ആണ് പറയുന്നത്, ജസ്റ്റ് 10th പാസ്സായിരിക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്ക് എന്ത് വേണം, ഒറിജിനൽ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പാടെ വേണം. അത് ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്തേക്ക് മതി. എപ്പോഴാണ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 മാസത്തിൻ്റെ ഉള്ളിലാകാം, ചിലപ്പോൾ 3 മാസത്തിൻ്റെ ഉള്ളിലാകാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓക്കെ ആണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. 21,270 ഇതിലേക്കുള്ള സാലറി ആയിട്ട് പറയുന്നത്. ജനറൽ 28 ഏജ് ലിമിറ്റ്. SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത 3ാമത്തെ പോസ്റ്റ് ഹാൻഡിമാൻ അല്ലോ ആൻറ്റി വിമൺ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അത് തന്നെയാണ്, വേറെ യാതൊരുവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണ്ട. അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷൊക്കെ ഒന്ന് റീഡ് ചെയ്യാനുള്ള, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ജസ്റ്റ്, അതായത് ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനും, അത് നമുക്ക് ആ റീഡ് ചെയ്താൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടല്ലോ അത് റീഡ് ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള ബേസിക് ആയുള്ള ഒരു നോളജ് മതി എന്നുള്ളതാണ്. അതിന് വേറെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കാം. ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിയാമല്ലോ, നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവന് മലയാളം അറിയാം. അതോടൊപ്പം തന്നെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോക്കൽ ലാംഗ്വേജ് അവിടുത്തെ ഇപ്പോൾ ചെന്നൈ ഇവിടെ ആയതുകൊണ്ട് കൊച്ചിനായതുകൊണ്ട് കൊച്ചിയിലെ ആ പ്രാദേശിക ഭാഷ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മറ്റുള്ള സ്റ്റേറ്റിലുള്ളവർക്കൊന്നും അതിലേക്ക് അത്ര എന്താണ് പ്രാധാന്യമായിട്ട് കൊടുക്കലുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഹിന്ദിയും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഹിന്ദി ഭയങ്കരമായിട്ട് അറിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എസെൻഷ്യൽ ആണ്, ജസ്റ്റ് 10ാം ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാക്ക് ഇൻ സെലക്ഷനിൽ പങ്കെടുത്ത് നോക്കാവുന്നതാണ്. 18,840 രൂപയാണ് മന്ത്ലി സാലറി വരുന്നത്. 28 ഇതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ സെലക്ഷൻ ആ പ്രോസസ്സിൽ നിങ്ങൾ പങ്കാളികളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 3 കാറ്റഗറി പറഞ്ഞു. ഒന്ന് റാം സർവീസ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏജൻറ് കം റാം ഡ്രൈവർ എന്ന് പറയുന്ന ഈ പറയുന്ന 2 പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരതാ ഈ ഡേറ്റ് 5/10/2024 നിങ്ങൾ നോക്കുക. 9 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 9 to 12 അവിടെ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, 12 നിൽക്കേണ്ട, നേരത്തെ 9 മണിക്ക് തന്നെ എത്തേണ്ട വെന്യൂ ആണ് ഇവിടെ കൊടുത്ത് നിൽക്കണം. ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വെങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ. ഫോമൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ, ഞാൻ പറയാം. വെങ്ങൂർ നിൽക്കണം, അങ്കമാലി, എറണാകുളം, കേരള, പിൻകോഡ് സൈറ്റ്. ഇതാണ് അഡ്രസ്സ്. ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അവിടേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള അതിൻ്റെ ആ ഒരു വേയും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. അവിടെ എത്തിച്ചേരുക ഈ പറയുന്ന 2 പോസ്റ്റിലേക്ക്. ഇനി അടുത്തത് ഹാൻഡിമാൻ അതുപോലെ ഹാൻഡി വിമൻ എന്ന് പറഞ്ഞാൽ സെയിം പ്ലേസ് തന്നെയാണ്, പക്ഷേ ഡേറ്റ് വ്യത്യാസമുണ്ട്. 7/10 കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മാക്സിമം വരെ അയച്ചു കൊടുക്കാം. 201 വേക്കൻസി അതിലുണ്ട്. അത് മാത്രമല്ല ഇവിടെ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിലവിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിനും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്യൂച്ചറിൽ വരുന്ന വേക്കൻസികൾ എന്താണ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു വെയിറ്റ് ലിസ്റ്റും അവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ 201 വേക്കൻസി മാത്രം ആവില്ല, അതിൻ്റെ ഡബിളൊക്കെ അവരെന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികളുടെ ഡാറ്റ എടുത്ത് അവരെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വെയിറ്റ് ലിസ്റ്റും പാടാം, അതായത് ഇതിൽ കിട്ടാത്ത ഈ പറയുന്ന വേക്കൻസി ഫില്ലായാലും ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് അവർ കീപ്പ് ചെയ്യും ഒരു വെയിറ്റ് ലിസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് ഈ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഭാവിയിൽ അവർ അതൊന്ന് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, പക്ഷേ നമുക്കൊരു പെർമനൻറ്റ് വേക്കൻസി പോലെ കൊണ്ടുപോകാവുന്നതാണ്. ഫിക്സ്ഡ് ടേം ആണ്, 3 വർഷത്തേക്കാണ് നിയമിക്കുന്നതെങ്കിലും കൂടെ കാണാൻ പറ്റും. നമ്മുടെ പെർഫോമൻസിനും അവരുടെ ആവശ്യത്തിനും അനുസരിച്ച് അതെന്ത് ചെയ്യാം, റിന്യൂ ചെയ്ത് തരാവുന്നതാണ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന അല്ലെങ്കിൽ വാക്ക് ഇൻ സെലക്ഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുൻപ് നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് പറഞ്ഞുതരാം. ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഈ യൂട്ടിലിറ്റി ഏജൻറ്റ് ഏതാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കട്ടോ. പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വിർച്വൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഈ 2 പോസ്റ്റും അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് കടത്തി വിടുള്ളൂ, എൻട്രി കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഹാൻഡിമാൻ അല്ലെങ്കിൽ ഹാൻഡി വിമൺ ആണെങ്കിൽ അവർക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ്, അതായത് കായികക്ഷമത
ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ്ങും റണ്ണിങ്ങും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ വിശദമാക്കുന്നത്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഈ വാക്ക് ഇൻ സെലക്ഷനിൽ നേരെ പങ്കെടുക്കണം. നേരത്തെ പറഞ്ഞ ആ ഡേറ്റുകൾ നിങ്ങൾ ആ വെന്യൂവിൽ നമ്മുടെ എറണാകുളത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വാക്ക് ഇൻ സെലക്ഷന് പങ്കെടുക്കണം. ആ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിരിക്കണം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെ എന്തെങ്കിലും ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വെക്കാം. എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ഒരു സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊണ്ടുപോകുക. ഒറിജിനൽ നിങ്ങൾ വേറെ കയ്യിലും സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഒറിജിനലൊന്നും അവിടെ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഫോട്ടോ കോപ്പീസാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങളത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഫില്ല് ചെയ്ത ഫോം സൂക്ഷിക്കുക. ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഫീയും അവിടെ കൊടുക്കണം. 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 500 രൂപ നമ്മൾ അപേക്ഷാ ഫീസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ DD എടുക്കണം. നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, DD എടുക്കാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. DD എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ DD എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫേവർ ഓഫ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി സെക്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന മറ്റാരെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, സ്റ്റാഫ് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ പറയണം, അവർ ചോദിക്കും ഫേവർ ഓഫ് ഏതാണ്. അവർ ഫോമാണ് തരിക. നമുക്ക് സാധാരണ ചെറിയ ഫോം ഇല്ല, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതേമാതിരി ഒരു ഫോം ഉണ്ടാവും. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ആദ്യം ഫേവർ ഓഫ് കാണുന്നവർ നിങ്ങളിത് ഇത് സ്പെല്ലിംഗ് തെറ്റ് മിസ്റ്റേക്ക് ഇല്ലാതെ നിൽക്കുന്നതാണ് ഇതേപോലെ എഴുതി കൊടുക്കാം. എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ പേബിൾ എന്നുള്ള ഏതാ കൊടുക്കേണ്ടി വയ്ക്കും, അത് മുംബൈയിൽ നിന്ന് കൊടുക്കണം. ഓക്കെ, ഇത്രയാണ് DDക്ക് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DDക്ക് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ബാങ്കിൽ പോയിട്ട്. അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ ബാങ്കുകാർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അവർ അതിനനുസരിച്ച് DD എടുക്കും, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പിൻവശത്ത് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ 2 വശം ഉണ്ടാകും. ഒന്ന് DDയുടെ ഡീറ്റെയിൽസും DD നമ്പറും എമൗണ്ടും ഒക്കെ കാണിച്ചുള്ളതാണ് ഒരു വശം. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഫോമിൽ എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച തീയതിയും ഇയറും ഒക്കെ എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഇതൊക്കെ DDയുടെ പിൻവശത്ത് എഴുതണം. അത് നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ DD അഥവാ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അതെന്തെങ്കിലും ഡിറ്റാച്ച് ആയി പോയാൽ, മീൻസ് നമ്മൾ ഒരേ സമയത്ത് കൊടുത്ത സാധനം പല ഉദ്യോഗാർത്ഥികൾ കൊടുക്കില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് അതിൻ്റെ ആ ഒരു ഓർഡറൊക്കെ മാറി പോയാൽ നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. DDക്ക് 2 വശം ഉണ്ടാവും. അതിലൊന്ന് നമ്മുടെ ഈ പറയുന്ന എമൗണ്ട് കാണിക്കും, DD നമ്പർ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്ക് ആയിട്ടുള്ള വശത്താണ് നിങ്ങളുടെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഇത് മറന്നു പോകരുത്, നിർബന്ധമാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോട്ടോ. മീൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫീ അടയ്ക്കാത്ത ആ ഒരു അവസ്ഥയായി പോകും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ നിങ്ങൾ DDയുടെ മറുവശത്ത് എഴുതണം. എന്നാൽ ഇവിടെ SC/ST കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കേണ്ട. അതുപോലെ ഈ പറയുന്ന എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും ഫീ വേണ്ട കേട്ടോ. SC/STക്കും ഫീ വേണ്ട. അതുപോലെ എക്സ് സർവീസ്മാനും യാതൊരു ഫീസും വേണ്ട. അവർ DD എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് പിന്നീട് അവർ ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിളിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫോം ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം. അതിന് ശേഷമായിരിക്കും അവർ അതിനനുസരിച്ചായിരിക്കും വിളിക്കുക. അപ്പോൾ ഇവിടെ കാണാം, ഇതാണ് അപേക്ഷാ ഫോം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. എത്ര പേജ് ഉണ്ട് പറയാം, 2, ഓക്കെ, 3, 4, 5, 6 പേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം തന്നെ കേട്ടോ. ഈ 6 പേജ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് നല്ല A4 ഷീറ്റിൽ നിങ്ങൾ നല്ല തിക്നെസ്സുള്ള A4 ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഫില്ല് ചെയ്യണ വളരെ ബേസിക്കായുള്ള കാര്യങ്ങളാണ്. ഈ ഭാഗങ്ങൾ ഇത് ഓഫീസ് യൂസ് ഓൺലിയാണ്. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. നിങ്ങളുടെ ഒരു പാസ്പോർട്ട്സ്, റീസെൻ്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട്സ് എന്ത് ചെയ്യുക, ഒട്ടിക്കുക. എന്നിട്ട് അതിന് ക്രോസ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈൻ കൊടുക്കുക. അതായത് ഫോട്ടോയിലും നമ്മുടെ പേജിലും വരുന്ന രീതിയിൽ. എന്നിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിനാണ്, ഇപ്പോൾ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുക, ഏതാ പോസ്റ്റിന്. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സെലക്ട് സ്റ്റേഷൻ വേണം, അത് കൊച്ചിൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റുമായിട്ട് എന്താണ് നോട്ടീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, യെസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, യെസ് എന്നുള്ള വെട്ടിക്കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് നോ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തവർ എന്ത് ചെയ്യണം, എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ, എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എഴുതണം. അല്ലാത്തവർ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അതിൻ്റെ കോപ്പിയും പാടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം ബ്ലോക്ക് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ദെൻ അതുപോലെ ഫാദറിൻ്റെ പേര്, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പ്ലേസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, അത് നിങ്ങൾ ജനിച്ച സ്ഥലവും അതുപോലെ സ്റ്റേറ്റും ഇതാണ്. പിന്നെ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, കോറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്
അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ വെട്ടിക്കളയാം. ഓക്കെ, മെയിലാണ്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ അൺമാരീഡ് ആണോ മാരീഡ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ അൺമാരീഡ് ആണെങ്കിൽ ഈ ചിഹ്നം കൊടുത്താൽ മതി. ഈ ക്രോസ് മാർക്ക് അല്ലെങ്കിൽ എക്സ് എന്ന രീതിയിലുള്ള ആ ക്രോസ് മാർക്കാണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ അൺമാരീഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ചിഹ്നമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നാഷണാലിറ്റി, റിലീജിയൻ, നമ്മുടെ മാതൃഭാഷ മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക. അത് പാൻ നമ്പർ ഉണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി ഇട്ടാലും മതി, അല്ലെങ്കിൽ എന്നെ ഇട്ടാൽ മതി, നോട്ട് അപ്ലിക്കബിൾ ഇട്ടാൽ മതി. ആധാർ നമ്പർ ഉണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് SC ST OBC ജനറൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ ഞാൻ OBC ആണ് വിചാരിക്കുക, ഞാൻ ഈ മാർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഇത് ക്രോസ് മാർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ, ഏതാച്ചാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ജനറൽ ആണെങ്കിൽ ജനറൽ ഇട്ട് കൊടുക്കുക. OBC ആണെങ്കിൽ OBC NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള തയ്യാറാക്കി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ കോപ്പീസ്. SC ST ആണെങ്കിലും അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് രീതിയിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. EWS ആണെങ്കിലും ഒക്കെ വേണം കേട്ടോ. പിന്നെ എക്സ് സർവീസ്മെൻ ആണോ എന്നുള്ളതാണ്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് യെസ് വെട്ടിക്കളയുക, അല്ലെങ്കിൽ നോ ടിക്ക് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന പോലെ. അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ നമ്മൾ പോലീസ് സർവീസിലുള്ളതാണോ എന്നുള്ളതാണ്, അതൊക്കെ നമ്മൾ ഇവിടെ ജസ്റ്റ് വെട്ടിക്കളയാം. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണോ, ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടീഷനാണ്. സെമി ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഓട്ടോണമസ് ഒക്കെ ആണ്, അങ്ങനെയെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ അത് യെസ് എന്നുള്ള വെട്ടിക്കളയാണ്. അപ്പോൾ നമ്മൾ നോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ 10ാം ക്ലാസ് മുതൽ ഇങ്ങനെയാണ് ഫില്ല് ചെയ്ത് വരാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അത് ഫില്ല് ചെയ്യാം. നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരോടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ഡേറ്റ് ഓഫ് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് എന്ന് വെച്ചാൽ പാസ്ഔട്ടായ വർഷവും ഡേറ്റും ഒക്കെ അതിൽ കൊടുക്കുക. ഡ്യൂറേഷൻ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നോട്ട് അപ്ലിക്കബിൾ ജസ്റ്റ് SSLC ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് SSLCക്ക് ഒരു പ്രത്യേക ഡ്യൂറേഷൻ ഒന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് SSLCയുടെ പെർസെൻറ്റേജ് കാണുകയിൽ നമ്മുടെ സൈറ്റിൽ എന്തുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈസി ടൂൾ ഞാൻ വേറൊരു കാര്യം കൂടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഉടനടി മറുപടി നൽകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിൽ നല്ല നിങ്ങൾക്ക് ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റിലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യാത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ ആ സംശയങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിലെ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജോബ് അപ്ലിക്കേഷൻ സപ്പോർട്ടും സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്ലാനിങ്, നിങ്ങളെ കരിയർ ഗൈഡൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പിന്നീട് അതിൻ്റെ കാര്യങ്ങളുടെ ജസ്റ്റ് ഇനീഷ്യലായിട്ടുള്ളൊരു സർവീസ് ചാർജാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസ് ചാർജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ച് നിങ്ങളനുസരിച്ച് ചെയ്താൽ മതിട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ SSLC 10th പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തവരങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. അതിനൊക്കെയാണ് നിങ്ങൾക്ക് ആ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോസിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, ഇതിലിട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്താൽ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല, എന്നാലും ഏകദേശം കിട്ടുള്ളൂ. അതിലും കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മാനുവലായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളതാണ്. 10th പെർസെൻറ്റേജ് ഒക്കെ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല, കാരണം ഗ്രേഡ് ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾ +2 ഡിപ്ലോമ IT അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ വെച്ചാൽ ഇനി വേറെ ഏതെങ്കിലും ഉണ്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്ലുവൻസി ഇൻ ലാംഗ്വേജസ് ആണ്, നമുക്ക് അറിയുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അത് ഈ പറയുന്ന ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നത് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് എനിക്കാണെങ്കിൽ ഇട്ട് കൊടുക്കാം, സ്പീക്ക്, റൈറ്റ്, ഇതറിയാം. ഹിന്ദി അത് ഏതൊക്കെയാണ് അറിയാം എന്നുള്ള ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ലോക്കൽ ലാംഗ്വേജ് ഇപ്പോൾ ഈ പറയുന്ന കൊച്ചിയിലേക്ക് നമുക്കറിയാം മലയാളമാണ് അവിടുത്തെ പ്രാദേശിക ഭാഷ, മലയാളം എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെ അറിയാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും സ്പീക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഡിലീറ്റ് മായ്ച്ച് കളയാണെങ്കിൽ മീൻസ് അത് ഇടാതിരിക്കുക, ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. അതുപോലെ നിങ്ങളുടെ മാതൃഭാഷ നിങ്ങൾക്ക് ഇതാണ് ഈ പറയുന്ന മലയാളമാണ്, മലയാളം ഇവിടെ എഴുതാം, എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് അത് റീഡ് ചെയ്യാൻ സ്പീക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും, ബ്ലാങ്ക് ആക്കി ഇടാം, റൈറ്റ് ചെയ്യാൻ അറിയാം, അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ കൊടുക്കേണ്ടത്. അതിന് ശേഷം കൂടെ കാണാം റിമാർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും പാടെ കോപ്പിയും പാടെ അതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. ഇത് 4ാമത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ബ്ലാങ്ക് ആയിരിക്കും ഇട്ടാൽ മതി. അതുപോലെ നിങ്ങൾക്ക് പോലീസ് കേസോ കോർട്ട് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഷീറ്റിൽ നമ്മൾ പേപ്പറിൽ എന്ത് ചെയ്യണം, വിശദീകരിക്കണം കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ വിശദീകരിക്കണം. നോ അപ്പോൾ നമ്മൾ ഇവിടെ യെസ് എന്നുള്ള വെട്ടിയാൽ മതി, യെസ് എന്നുള്ള വെട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് എന്നാണ് കൊടുത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഷീറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം ഇതിൻ്റെ കൂടെ. പിന്നെ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് AAP അല്ലെങ്കിൽ BAP വരെയുള്ള AAP അല്ലെങ്കിൽ BAP ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ BAP ആണെങ്കിൽ ബേസിക് ഏവിയേഷൻ എമർജൻസി പ്ലാനിങ് ആണ്. ഇപ്പം ഇതേ സെയിം സംഭവം തന്നെ ഈ പറയുന്ന ന്യൂറോ സയൻസിലൊക്കെ വരുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് AEP എന്ന് പറഞ്ഞാൽ എയർപോർട്ട് എമർജൻസി പ്ലാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം,
നോ എന്നുള്ളത് കൊടുത്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി അടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഉള്ളവർ ഈ പറയുന്ന അതത് പോസ്റ്റ് ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളത് കൊടുക്കണ്ട. ഓക്കെ. അതോടൊപ്പം തന്നെ DDയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. 5ാമത്തെ ഫോമിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് DD എടുത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാനറ ബാങ്ക് എന്നാണെങ്കിൽ കാനറ ബാങ്ക് കൊടുക്കുക. ആ കാനറ ബാങ്കിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ DD എടുത്ത ബാങ്കിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും, നമ്മുടെ പാസ്ബുക്കിലുണ്ടാവും. ആ അഡ്രസ്സ് കൂടെ കൊടുക്കുക, അതിൻ്റെ ബ്രാഞ്ച് നെയിം ഒക്കെ അതിലുണ്ടാവും. ഡേറ്റ് ഓഫ് ഇഷ്യൂ, നമ്മൾ DD എടുത്തൊരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് മേലെ ഒരു നമ്പർ ഉണ്ടാവും, DD നമ്പർ, ആ DD നമ്പർ ഇവിടെ കൊടുക്കുക. നമുക്ക് 500 റുപ്പീസ് ആണെന്ന് അറിയാം ഇവിടെ. ഓക്കെ. അടുത്ത ഇവിടെ നിങ്ങൾക്ക് എയർപോർട്ട്സ് സർവീസ് ലിമിറ്റഡിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പേര്, ഡെസിഗ്നേഷൻ, കമ്പനി റിലേഷൻഷിപ്പ് ഒക്കെ കൂടെ കൊടുക്കാവുന്നതാണ്. ഡിക്ലറേഷൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, നിങ്ങളുടെ സൈൻ, സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗം പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത്? ഒന്ന് ആപ്ലിക്കേഷൻ ഫീ വെക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്, +2 ഉണ്ട്. ഓക്കെ. ഗ്രാജുവേഷൻ ഇല്ല, അപ്പോൾ അതില്ലാത്തതും നിങ്ങൾ കൊടുക്കേണ്ട. ITൻ്റെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുൻപ് നിങ്ങൾക്ക് ഇത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ അവർ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്കായിരിക്കും വരിക. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ തന്നെ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം. താഴോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കണം, എങ്കിൽ മാത്രമേ റിസർവേഷനൊക്കെ കിട്ടുള്ളൂ. ഓക്കെ. താങ്ക് യു.